ആഗോളതലത്തിലെ ഏറ്റവും വലിയ സാങ്കേതിക വിദ്യാ പ്രദർശനമേളകളിൽ ഒന്നായ ജൈനടെക്സ് ഗ്ലോബലിന് ദുബായിൽ തുടക്കമായി 5 ദിവസം നീണ്ടുനിൽക്കുന്ന മേളയിൽ ഇന്ത്യ ഉൾപ്പെടെ 180 രാജ്യങ്ങളിൽ നിന്നുമുള്ള IT സാങ്കേതിക വിദ്യാ മേഖലയിൽ നിന്നുമുള്ള സ്ഥാപനങ്ങളും വിദഗ്ധരും പങ്കെടുക്കുന്നുണ്ട്. 180 രാജ്യങ്ങളിൽ നിന്നുള്ള 6800 പ്രദർശകരാണ് ജൈടെക്സ് ഗ്ലോബൽ എക്സിബിഷന്റെ 45ാമത് പതിപ്പിൽ പങ്കെടുക്കുന്നത്. ലോകോത്തര സ്ഥാപനങ്ങളായ ഗൂഗിൾ, മൈക്രോസോഫ്റ്റ്, ഒറാക്കിൾ, ഡെൽ, AMD എന്നിവയും ആയിരക്കണക്കിന് സ്റ്റാർട്ടപ്പ് സ്ഥാപനങ്ങളും ഇത്തവണ മേളയിലുണ്ട്. UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം ആദ്യ ദിനം തന്നെ പ്രദർശന നഗരിയിലെത്തി. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉൾപ്പെടെയുള്ള ആധുനിക സാങ്കേതിക വിദ്യകൾ UAEയുടെ വളർച്ചയിൽ പ്രയോജനപ്പെടുത്തുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. മേളയിലെ വിവിധ പവലിയനുകൾ അദ്ദേഹം നടന്നു കണ്ടു. ദുബായ് കിരീടാവകാശിയും UAE ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം, ദുബായിയുടെ ആദ്യ ഉപഭരണാധികാരിയും ഉപപ്രധാനമന്ത്രിയും സാമ്പത്തിക കാര്യമന്ത്രിയുമായ ഷെയ്ഖ് മക്തൂം ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം, ദുബായ് രണ്ടാം ഉപഭരണാധികാരി ഷെയ്ഖ് അഹമ്മദ് ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം എന്നിവരും അദ്ദേഹത്തെ അനുഗമിച്ചു. UAEയിലെ വിവിധ സർക്കാർ സ്ഥാപനങ്ങളും മേളയിൽ പങ്കെടുക്കുന്നുണ്ട്. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളുടെ പ്രാതിനിധ്യവും ഇത്തവണ ജൈടെക്സ് മേളയിലുണ്ട്. ജൈടെക്സ് ഗ്ലോബൽ എക്സിബിഷന് വേദിയാകുന്ന ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ നിന്നും ജെറിൻ ജേക്കബിനൊപ്പം ശ്രീരാജ് കൈമൾ, അമൃത ന്യൂസ്.